ഇതിനകത്ത് വലിയ ക്രമക്കേട് നടത്തിയ സംഭവം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തി പിൻവാതിലൂടെ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനെതിരെയാണ് അപേക്ഷ നൽകേണ്ട സമയം മെയ് 16 വരെയാണ്. അപേക്ഷയായിട്ട് വന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ഇവർക്ക് വേണ്ടപ്പെട്ടവരുടെ അപേക്ഷകൾ സ്വീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹോൾ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുക. മറ്റുള്ള വിദ്യാർത്ഥികളെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് ഒരാൾ അപേക്ഷയുണ്ട്. പരാതി നൽകിയ 3 ആൾ പുറത്തുണ്ട്. ARനും JRനും പരാതിയുണ്ട്. ഞാൻ പറഞ്ഞ ഒന്നുമില്ല. ആ പരാതി പരിഗണിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാവരുടെയും സങ്കടം, ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ കുറ്റക്കാരാണെന്ന് പറയുന്നില്ല. പക്ഷേങ്കിൽ പാർട്ടിക്കാരുടെ ഒരു പിൻപറ്റിക്കൊണ്ട് അവർക്ക് ഇവിടെ നിയമനം നടത്താനുള്ള ഒരു ശ്രമമാണ്. ഇന്ന് രണ്ട് പരീക്ഷകൾ വളരെ തിടുക്കപ്പെട്ട് 2 പരീക്ഷകൾ നടക്കുക. ആ പരീക്ഷയിൽ അപേക്ഷ ക്ഷണിച്ചത് ആകെ ദേശാഭിമാനി പത്രത്തിൽ മാത്രം. അതിൽ ബന്ധപ്പെട്ട പാർട്ടിക്കാർക്ക് നൽകിയ നിർദ്ദേശപ്രകാരം മാത്രമാണ് അത്തരത്തിൽ കുറച്ചാൾക്കാർക്ക് വേണ്ടി പരീക്ഷ ഇത് നടത്തുക. ഇന്ന് തന്നെ ഇന്റർവ്യൂ നടത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പരീക്ഷ കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്റർവ്യൂ നടത്തി ഇന്ന് തന്നെ നിയമനത്തിനുള്ള ഉത്തരവ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കടന്നു വന്നത്. അത് നടക്കില്ല എന്ന് വന്നപ്പോഴാണ് ഇവിടുത്തെ സെക്രട്ടറി ഇവിടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അപേക്ഷ എല്ലാവർക്കും പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവണം. അതുവരെ കൃത്യമായിട്ട് പരാതികൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ആ പരാതികൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു തടസ്സവും നമ്മൾ വരുന്നില്ല. ഒരു പരീക്ഷയും തടസ്സപ്പെടുത്താനല്ല ഞങ്ങൾ വന്നത്. പക്ഷേങ്കിൽ യോഗ്യരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഇവിടെ പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യം. ഇവിടെ അതിന്റെ സംഭവം കൃത്യമായിട്ട് ഇവിടെയുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിഷ്വൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവിടെ എങ്ങനെയാണ് സെക്രട്ടറി ഇവിടെ വന്ന ആൾക്കാരെ ഇവിടെ ഹോൾ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞ ആൾക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ശ്രമം ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിഷ്വലുകളും നമുക്കറിയാം. തൊട്ട് മുന്നെയാണ് നമ്മുടെ ഈ തൊട്ടിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധത്തിന് എങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ എങ്ങനെയാണ് അതിനെ കണ്ടത് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് അറിയാം. അതിനെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള വാദം പറയുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് വലിയ ഒരു ന്യായം നിലനിൽക്കുന്ന സമയത്താണ് ഈ പരീക്ഷ എന്തുകൊണ്ടോ ഇപ്പോഴും പറയുന്നത് ഈ സെക്രട്ടറി പരീക്ഷ നടത്തണം. ആ പുറത്ത് നിൽക്കുന്നവരുടെ ആ പ്രശ്നങ്ങളോ അവരുടെ വേദനകളോ ഒന്ന് പരിഗണിക്കാൻ പോലും ഇവിടുത്തെ സെക്രട്ടറി തയ്യാറാകുന്നില്ല. നോക്ക് ഇവരുടെ ഈ വികാരം ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ യോഗ്യരായ വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുമ്പോഴാണ് ഇത്തരത്തിൽ ആക്രോശിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ആർക്ക് നേരെയാണ് ഇവർ ഈ പറയുന്ന പോലെ പരിഹാസം ചൊരിയുന്നത്? ആ കാര്യം മാത്രമേ നമ്മൾ ചോദ്യം ചെയ്തുള്ളൂ. JRന്റെ അടുത്തും ARന്റെ അടുത്തും പരാതി ഉണ്ടോ എന്നുള്ള കാര്യം ഇവിടെയുള്ള വിശദമായിട്ട് പരിശോധിക്കാം. അതിൽ പരാതി ഇല്ലെങ്കിൽ, ആ പരാതികൾ ന്യായമല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതിഷേധത്തിന്റെ ഭാഗത്ത് ഒരു തരി കഴമ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നടപടിയായിട്ട് പോകാം. ഇന്നലെയൊക്കെ അതിൽ 3 പേർക്ക് വരാൻ പറ്റും. അതിൽ 3 പേര് പരാതി കൊടുത്തതായിട്ടാണ് ഇന്നലെ എന്നെ വിളിച്ചത്. 3 പേർ പരാതി കൊടുത്തിട്ട് അവർക്കതിന്റെ JRനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹി എന്ന നിലയ്ക്ക് എന്നെയും വിളിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല എന്നാണ്. അവർക്ക് ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള ഈ അപേക്ഷ സ്വീകരിച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. ആ അപേക്ഷ സ്വീകരിച്ചതിന് ഒരു റെസീറ്റോ കാര്യങ്ങളോ പോലും ഇല്ല. ഇവർ തയ്യാറാക്കിയ ലിസ്റ്റ് പ്രകാരം ആരും അറിയാതെ ഈ പൂട്ടിയിട്ട ഈ ഹാളിനകത്തേക്ക് കുറച്ചാളുകളെ മാത്രം വലിച്ചു കൊണ്ടുവന്ന് അവർക്ക് മാത്രം പരീക്ഷ എഴുതി അങ്ങനെ ഇന്ന് ഇന്റർവ്യൂ നടത്തി ഇവിടെ ഒരു നിയമനം നടത്താമെന്ന് പിൻവാദികളിൽ ഇന്നലകളിൽ പിണറായി വിജയന്റെ ഭരണകൂടം ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് ചെയ്ത രീതിയിൽ ഇവിടെ 50 പേരെ അവർ ലിസ്റ്റ് ചെയ്ത് വിളിച്ചിട്ടുണ്ട്. ആ 50 പേരിൽ അവരും മനസ്സിലാക്കേണ്ടത് അവർ 50 പേരെയും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും ഇവിടെ നിയമനം നടത്താൻ പോകുന്നത്. അവരെ പോലും വഞ്ചിച്ചുകൊണ്ടാണ് ഈ പരീക്ഷ ഇവിടെ നടത്തി മുന്നോട്ട് പോകുന്നത്.